എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടോ? ഇപ്പോഴല്ലേ ഇത് എഞ്ചിനീയറിംഗ് എന്നും പറഞ്ഞ് വലിയ പഠിപ്പും പത്രാസൊക്കെ ആയത്. പണ്ടൊക്കെ വീട് വെക്കണമെങ്കിൽ നല്ലൊരു ആശാരിയെ വിളിച്ച് ആദ്യം കന്നി മൂലയ്ക്കൊരു കുറ്റിയടിക്കും. എന്നിട്ട് എത്ര കോലാന്ന് വെച്ചാൽ അളന്ന് കണക്കാക്കി അവിടെ ചതുരത്തിലൊരു കയറ് കെട്ടും. അതിനകത്താ തറപ്പണി. അന്നൊക്കെ കെട്ടിടം പണിക്ക് കല്ലുമക്കാൻ പോകുന്ന പെണ്ണുങ്ങൾക്ക് വരെ അറിയാം ഈ വക കാര്യങ്ങളൊക്കെ. എന്താ അല്ലേ പണ്ടത്തെ കൺസ്ട്രക്ഷൻസ്. ഇപ്പോൾ സോഫ്റ്റ്വെയർസായി, ബിമ്മായി, എൻജിനീയേഴ്സായി. ബിമ്മോ? അതെന്താ സംഭവം? ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്. പലരുടെയും ധാരണ ബിം എന്ന് പറയുന്നത് ഒരു സിംഗിൾ സോഫ്റ്റ്വെയർ ആണെന്നാണ്. എന്നാൽ ബിം എന്ന് പറയുന്നത് ഒരു സിംഗിൾ സോഫ്റ്റ്വെയർ അല്ല. അത് ഒരുപാട് സോഫ്റ്റ്വെയർസ് ലൈക്ക് ഓട്ടോകാഡ്, റിവിറ്റ് സ്ട്രക്ചർ, റിവിറ്റ് ആർക്കിടെക്ചർ, ബിം 360, നാവിസ് വർക്ക് ആൻഡ് റീക്യാപ്പ് തുടങ്ങിയ സോഫ്റ്റ്വെയർസ് ക്ലബ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ബിം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊജക്ട് നമ്മൾ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ചറൽ എഞ്ചിനീയേഴ്സ്, MEP ഡിസൈനേഴ്സ് ഇവരുടെ എല്ലാവരുടെയും ഒരു ടീം വർക്ക് നമുക്ക് അത്യാവശ്യമാണ്. ഇവരെ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരു കോമൺ എൻവയോൺമെന്റിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നതാണ് ബിമ്മിന്റെ ഒപ്റ്റിമം യൂസേജ്. ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള ഓട്ടോഡെസ്ക് സർട്ടിഫിക്കേഷൻ, എംബസി അറ്റസ്റ്റബിൾ ആയിട്ടുള്ള CTDS സർട്ടിഫിക്കേഷൻ, മാത്രമല്ല ലിങ്ക്ഡിൻ വെരിഫയബിൾ ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ സർട്ടിഫിക്കേഷനോട് കൂടി 6 month ഡിപ്ലോമ ഇൻ ബിം എഞ്ചിനീയറിംഗ് കോഴ്സ് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി പ്രൊജക്ട് ഓറിയന്റഡ് ആയ കോർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടും ഇതുവരെ ബിം എന്താണെന്ന് അറിയാത്ത ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യുക. അതുപോലെ അവർക്കിത് ഷെയർ ചെയ്യുക. അവരുടെ കരിയറും സെറ്റ് ആവട്ടെ.